ഹായ് ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഏതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നേരിട്ട് ജാങ്കോ ചാടി തന്നെ ജാങ്കോയിൽ HTML ഉണ്ട്. അപ്പോൾ HTML എന്താണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ നോക്കാം. അപ്പൊ അതിനായി നിങ്ങൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. അല്ല VS കോഡ് അല്ല W3 സ്കൂൾ ഓപ്പൺ ചെയ്യാം. അതിലുണ്ടാവും HTML എന്ന് പറയാം. ഓക്കെ, ഇതങ്ങ് എടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. HTML സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ index.html എന്നുള്ളത് അവിടെ കൊടുക്കണം. പിന്നെ action.html എന്ന് കൊടുത്താൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുത്തു. ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിപ്പോ ഒരു സാധാരണ ടെക്സ്റ്റ് എഡിറ്ററിലാണെങ്കിലും ലാസ്റ്റ് ഇതിന്റെ എക്സ്റ്റൻഷൻ .html എന്ന് കൊടുത്താൽ മതി, അത് വർക്ക് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല. ജസ്റ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഡോക്യുമെന്റ് ടൈപ്പ് HTML ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. പിന്നെ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. പിന്നെ ഈ ബോഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ടൈറ്റിൽ വരുന്നുണ്ട്. ഇത് ഏറ്റവും മുകളിൽ വരുന്ന സാധനമാണ് ടൈറ്റിൽ. H1, H2, H3 അങ്ങനെ കുറച്ച് ടാഗുകൾ ഉണ്ട്. അത് ഇതിന്റെ ടെക്സ്റ്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. പാരഗ്രാഫ് പറഞ്ഞാൽ നമ്മൾ പി ടാഗ് പാരഗ്രാഫിന് ഉപയോഗിക്കുന്നതാണ് പി ടാഗ്. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ഓട്ടോമാറ്റിക്കൽ സേവ് ആണ്, അതുകൊണ്ട് ഓക്കെ. കണ്ടോ, നമുക്ക് ഓക്കെ. ഇവിടെ ഞാൻ H2 എന്ന് കൊടുക്കാം. ഹലോ ഹലോ എന്ന് കൊടുത്തു. H3 എന്ന് കൊടുത്തു. ഹലോ എന്ന് കൊടുത്തു. തമ്മിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. H4 എന്ന് കൊടുത്തു. ഹലോ കൊടുത്തു. H5 കൊടുത്തു. H6 കൊടുത്തു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം H6 വരെ ടാഗുകൾ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. H1, H2, H3, H6 ഇവിടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ഫസ്റ്റ് എഴുതിയത് നല്ല വലിയ ഇതിൽ കണ്ടു, പിന്നെ ചെറുതായി, പിന്നെ ചെറുതായി വരും. ഇതിന്റെ ആവശ്യകത ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് മെയിൻ ഹെഡിങ് എഴുതാണ്ടാവും, അതിന്റെ സബ് ഹെഡിങ് എഴുതാണ്ടാവും, അതിന്റെ ചിലപ്പോൾ ചെറിയ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാണ്ടാവും. അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ പാരഗ്രാഫ് പി ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കണ്ടന്റ് ഉണ്ടാവും. W3 സ്കൂളിൽ തന്നെ കയറി വെക്കാം. നമുക്ക് ഇവിടെ നിങ്ങൾ എഴുതിയല്ലോ. നമുക്ക് ഇത് എടുക്കാം. ഇതൊക്കെ ഒരു പാരഗ്രാഫിന്റെ ഉള്ളിൽ എഴുതുന്ന സാധനങ്ങളാണ്. ഇത് ഹെഡിങ് ആയിട്ട് H1 ചിലപ്പോൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഇത് പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഈ ഡിസൈനിങ് ഒക്കെ വന്നത് നോക്കണ്ട. അതൊക്കെ CSS ഒക്കെ എഴുതിയോണ്ടാണ്, ബൂട്ട്സ്ട്രാപ്പ് CSS ഒക്കെ എഴുതുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ കറക്റ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോ HTML ആണ് ഇങ്ങനെ എഴുതി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് വരുന്നു. ഇത് കാണാനൊരു രസമല്ലല്ലോ, അതിനാണ് നമ്മൾ CSS ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇത് നെക്സ്റ്റ് ലൈനിക്ക് ഒരു ലൈനും കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, BR കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക. ഓക്കെ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പോകുന്നത്. കണ്ടമാനം ടാഗുകൾ ഉണ്ട്. ടാഗുകളൊക്കെ ആദ്യമായിട്ട് പഠിക്കുക. അതിന് നിങ്ങൾ W3 സ്കൂൾ യൂസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ടാഗുകൾ ഇതാ വരുന്നത്. H1, H2, BR വന്നിട്ടുണ്ട്. പറയുന്നുണ്ട് H6 വരെയാണ് പോകണമെന്ന്. നമ്മൾ ചെയ്ത് നോക്കിയാണ്. ഓക്കെ. ഇവിടെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഇത് നമുക്ക് നോക്കാം എന്താണ്. ഈ HRF എന്ന് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ആണ്. അപ്പൊ ഇതുമ്മ ക്ലിക്ക് ചെയ്യുക, ദിസ് ഈസ് ലിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകും. അതിനാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തു, ആ ഇൻസ്റ്റാഗ്രാം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു.
ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്തു, ഇൻസ്റ്റാ എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ ഫേസ്ബുക്ക് ഉണ്ടാവും, ഫേസ്ബുക്കിന് ഇതേപോലെ പോയി HRF പറഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ ഫേസ്ബുക്കിന് കൊടുക്കുക, ഫേസ്ബുക്കിന് കൊടുത്തു, ഫേസ്ബുക്ക്. അതേപോലെ സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വേറെ വെബ്സൈറ്റിലേക്ക് ഇതൊന്ന് ലിങ്ക് ചെയ്ത് പോകണം. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് AHRF പറഞ്ഞിട്ട് ഇതിന്റെ പേര് കൊടുക്കുക, ഈ ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണാം. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കണ്ടോ, ഇൻസ്റ്റാ, ഫേസ്ബുക്ക്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതിപ്പോ സെയിം ലൈനാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ലൈനിക്ക് വരണമെങ്കിൽ BR എന്ന് ടൈപ്പ് ചെയ്യണമെന്ന്. ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ലൈനിക്ക് ഇറങ്ങി, കണ്ടോ, ആ ഒരു സൈറ്റിലേക്ക് പോയി. നമ്മളവിടെ കൊടുത്ത സൈറ്റിൽ ഫേസ്ബുക്ക് എന്ന് നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പോയിട്ടില്ല, കാരണം നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് കൊടുത്തിട്ടില്ലല്ലോ, ഫേസ്ബുക്കിന്റെ URL അവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഇതിപ്പോ എനിക്ക് ഈ ഒരു സൈഡിലേക്ക് ആകണം, HTML തന്നെ ഈ ഒരു സൈഡിലേക്ക് ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ, ഒന്ന് സ്പേസ് അപ്പുറത്തേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുത്തത്. കണ്ടോ, ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നില്ലേ, കാണാമല്ലോ. ഒന്നും കൂടി കൊടുത്തു നോക്കാം. ഒന്നും കൂടി ഇങ്ങോട്ട് ഇറങ്ങി, ഈ ഒരു ഭാഗം ഒന്നും കൂടി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ പോയി നോക്കാം. ഇനി അടുത്ത് നമ്മൾ എന്താ പഠിക്കാറുള്ളത് നോക്കാം. ഇതനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഓക്കെ, ഇത് പാരഗ്രാഫ് ടാഗ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ, അത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ആട്രിബ്യൂട്ട്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോ ഇമേജുകൾ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇമേജുകൾ ഞാനൊരു BR ടാഗ് എടുത്ത് അടിയിൽ കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഇമേജസുകൾ കൊണ്ടുവരാം. ഇമേജ് ടാഗ് ആണത്, IMCSRC എന്ന് തുടങ്ങി കൊടുക്കുന്ന ഇമേജ് ടാഗുകളാണ്. ഇവിടെ ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കാണില്ല, ഇത് നമ്മളിൽ സേവ് ഇല്ല. ഇത് ഓൾറെഡി ഇവരതിൽ സേവ് ആവും, ആ ഇമേജ് വരും. ഈ ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ കോപ്പി ഇമേജ് അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമേജ് ഇവിടെ എടുക്കാം. ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് റീഫ്രഷ് വയ്ക്കുക, ആ ഒരു ഇമേജ് അവിടെ കാണണം. ഓക്കെ, കണ്ടു. ഇങ്ങനെ നമുക്കിത് കൊടുക്കാം. ഇനി അപ്പോൾ അടുത്തേത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം നോക്കാം. നമുക്ക് ഇമേജ് ടാഗിന്റെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ഹൈറ്റും വെടുത്തും ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഹൈറ്റ് വെടുത്ത് സെറ്റ് ചെയ്യാം. ഒരു BR കൊടുത്തു, അടിയിലേക്ക് ഇറക്കി, ഒരു BR കൊടുത്ത് അടിയിലേക്ക് ഇറക്കി. ഇവിടെ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്തു. ഈ ഹൈറ്റ് വെടുത്ത് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ആ ഒരു ഇമേജിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഇമേജ് പറഞ്ഞാൽ ആ URL അവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മളിത് മാറ്റുന്നത്. കൊടുത്തു. ഇനിയിപ്പോ നോക്കുക, നമ്മൾ ഇതിൽ നോക്കി രണ്ട് ഇമേജ് വന്നിട്ടുണ്ടാവും, ഇവിടെ വന്നു. അപ്പൊ ഇതിന്റെ ഹൈറ്റ് നമുക്ക് പറ്റ കുറയ്ക്കാം. ഞാനൊരു 100 കൊടുത്തു. അതവിടെ റിഫ്ലക്ട് ചെയ്യും, അവിടെ അത് കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പച്ച ചെറുതായിട്ട് കണ്ടോ, അത് വലിച്ചു കിട്ടിയ പോലെ ആയിരുന്നില്ലേ. അപ്പൊ ഞാനിത് 100 കൊടുത്തു, ഇവിടുത്തെ 100 കൊടുത്തു, 100 കൊടുത്തു. അപ്പൊ പച്ച ചെറുതായിട്ട് കിട്ടി. ഇങ്ങനെ നമ്മൾ അതിന്റെ ഹൈറ്റും വിടുത്തൊക്കെ സെറ്റ് ചെയ്യാം. Okay. നമുക്ക് അടുത്ത എന്താ നോക്കാം. ഇവിടെ വേറൊന്നുമില്ല. ഹെഡിങ്സ് ആണ്, ഹെഡിങ്സ് നമ്മൾ ചെയ്തതാണ്. H1 H2 H3 H4 H6 വരെ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ സ്റ്റൈൽ എഴുതുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. H1ന് അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. ഞാൻ അപ്പോൾ ഒരു H4 കൊടുത്തു, H4ന് ഹലോ കൊടുത്തു. ഈ ഹലോക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ എന്ന് കൊടുക്കുക, കളർ കൊടുക്കുക, കളർ കൊടുത്തു, ഏതാ വേണ്ട വെച്ചാൽ കൊടുക്കാം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കളർ വന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ CSS ചെയ്താനുള്ള കാര്യങ്ങളാണ് അവിടെ. ഓക്കെ, ഈ കാര്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. വേറൊരു കാര്യമില്ല, ഇതിൽ കാര്യങ്ങൾ പാരഗ്രാഫ് ടാഗ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്താണ്.
അതൊന്ന് പാരഗ്രാഫിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ചുവന്ന് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. HTML സ്റ്റൈൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. HTML സ്റ്റൈൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ട്രോങ് ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ, ബോൾഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മാർക്ക് ടെസ്റ്റ് ചെയ്യണം, സ്മാൾ ടെസ്റ്റ്, ഇലീറ്റഡ് ടെസ്റ്റ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ്ങിന്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. സ്ട്രോങ് ആയിട്ട് വന്നു. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കുക. അല്ലാതെ ഒക്കെ ഇവിടെ പഠിക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് നോക്കാം. ഒരു ഫെവൈക്കാൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫെവൈക്കൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇതാണ്. ഇവിടെ കണ്ടില്ലേ, ഇത് വരുന്നതാണ് ഫെവൈക്കൺ. അതായത് നമ്മൾ ഇവിടെ കൊടുക്കണം, ടൈറ്റിലിന്റെ അടിയിലായിട്ടാണ് ഫെവൈക്കൺ കൊടുക്കേണ്ടത്. ഇവിടെ ടൈറ്റിലിന്റെ അടിയിലായിട്ട് ഫെവൈക്കൺ കൊടുക്കണം. ഓക്കെ, ഇത് ഇമേജ് നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ എടുക്കുക, ഇതേപോലെ ലിങ്ക് ചെയ്ത് കൊടുക്കുക ഇമേജ്. അപ്പൊ ഇതേപോലെ വരും. അതിനാണ് ഫെവൈക്കൺ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഒരു പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടൈറ്റിൽ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഈ ടേബിൾസുകളിൽ കുറച്ച് ടാഗുകൾ വരുന്നുണ്ട്. TH TR അങ്ങനത്തെ കുറച്ച് ടാഗുകൾ ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, TR ഏറ്റവും മുകളിൽ ടേബിളിന്റെ ആ ഓരോ റോ ഇങ്ങനെ വരുന്നതിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് TD അടിയിൽ വരുന്ന കാര്യങ്ങൾ, TR അടുത്ത റോ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാണ്ട് കേട്ടോ. ഓക്കെ, ബോർഡർ എന്നുള്ള വരുന്നുണ്ട്. ഇവിടെ ഐ ഫ്രെയിം ആണ് നമുക്ക് പിന്നെ വേണ്ട കാര്യങ്ങൾ. ഐ ഫ്രെയിം ഇറങ്ങിയിട്ട് സംഭവം ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. കേട്ടോ, ഇത് വെച്ച് ഒരു അറ്റാക്കുകളൊക്കെ ഉണ്ട്. ഇതൊരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോ വേറെ സൈറ്റ് ഇതിന്റെ നമ്മുടെ സൈറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധമാക്കണം. ഐ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധം സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ജാവാസ്ക്രിപ്റ്റിന്റെ വന്നു. ഓക്കെ, ഫോംസുകൾ ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഇറങ്ങിയിട്ടൊക്കെ കൊടുക്കണം നമ്മൾ ഫോംസിന്റെ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഇതിൽ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഒരു ബേസിക്കൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം സെർച്ച് ചെയ്ത് കണ്ടെത്തുക.